ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്പു സമ്പാടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഫ്ലവർ വൈസാണ്. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്നതാണ് നമ്മുടെ ഫ്ലവർ വൈസ്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, അതിന് നമ്മുടെ ഫ്ലവർ പോട്ടിന് ആദ്യം ആവശ്യം ഇതുപോലത്തെ 3 ഡിസ്പോസിബിൾ പേപ്പർ ഗ്ലാസ് ആണ്. അതിൽ 2 എണ്ണത്തിൽ ഇതേപോലെ ഊട്ടിയിടണം, ഒരെണ്ണത്തിൽ ഇടാൻ പാടില്ല. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒട്ടിക്കുക. നമ്മൾ ഒരെണ്ണം അതേപോലെ ഉണ്ടാക്കി പറഞ്ഞ പോലെ പശയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ ഉപയോഗിച്ചത്. അതിൻ്റെ മുകളിൽ കുറേ പ്രാവശ്യം സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫ്ലവർ പോട്ട്. ഇതിൽ ഞാനൊരു പൂവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് നേരെ കാണാം. ഇതാണ് നമ്മുടെ പൂവ്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞുതരാം. വരയില്ലാത്ത വലിയ പേപ്പറിൻ്റെ നടുമ്പേലെടുത്താണ് ഈ വലിയ തണ്ട് പേപ്പർ ചുറ്റിയെടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചെറിയത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പൂവ് നമ്മുടെ പായസിൻ്റെ പോലെയാണ് ഉണ്ടാക്കിയത്. പായസം ഉണ്ടാക്കിയില്ല, അതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ ഇലയുടെ ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അവിടെയും ഈർക്കിൽ വെച്ച് ഒട്ടിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂവ്. ഇത് ഇവിടെ വെച്ചാൽ മതി. ഇനി നമുക്ക് പെയിൻറ് ചെയ്യണം. ഇത്രയേ ഇനി പരിപാടിയുള്ളൂ. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഈ കോലത്തിലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂവൊക്കെ കുളമായിപ്പോയി. അത് കാരണം പേപ്പർ ചെയ്തുകൊണ്ടാണ്. അത് നിങ്ങൾ കട്ടി പേപ്പർ വെച്ച് ചെയ്യുക. ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നടുക്കത്തെ ഗ്ലാസ്സിൽ ഒരു പട്ടാളക്കാരുടെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. കാണാൻ പറ്റുന്നില്ലല്ലോ ഗീസേ. ക്യാമറയിൽ അത് പതിയൊന്നുമില്ല, ഇരുണ്ടിരിക്കുകയാണ്. ക്യാമറയിൽ ഫുള്ള് ബ്ലാക്കിട്ടാണ് കാണുന്നത്. നമുക്ക് ചെറുതായിട്ട് കാണാം, സൈഡിലൊക്കെ പച്ച ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. പിന്നെ മുകളിൽ ബ്ലാക്ക്, താഴെയും ബ്ലാക്ക്. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പെയിൻറ്റ്. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. ഇതുവരെ ഞാനൊന്നും കണ്ടില്ല. ഉത്തരം എന്തായാലും ഞാൻ പറയാം. ഉത്തരം ധ്യാൻചന്ദ് എന്നാണ്.